സുഹൃത്തുക്കളെ, ഞാൻ റഹ്മാൻ പൊന്നാനി. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, പൊന്നാനി CV ജംഗ്ഷനിലെ ദൃശ്യങ്ങളാണ്. അതോടുകൂടിയിട്ട് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ, KK ജംഗ്ഷൻ എന്നറിയപ്പെടും. ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീഡിയോയിൽ. CV ജംഗ്ഷനിൽ പാലത്തിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കച്ചവടക്കാരും, തെരുവ് കച്ചവടക്കാരൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. നല്ല കച്ചവടം ഉണ്ടായിരുന്നു. പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയതോടുകൂടി അവിടുന്ന് എല്ലാവരും കുണ്ടുകടവ് ജംഗ്ഷനിലേക്ക്, KK ജംഗ്ഷനിലേക്ക് ചേക്കേറി. അവിടെയായി കച്ചവടമൊക്കെ. ഈ CV ജംഗ്ഷനിൽ ഞങ്ങൾക്കൊക്കെ ഇപ്പം ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചാൽ ഇരിക്കാൻ പോലും പുറത്ത് സൗകര്യമില്ലാത്തൊരു കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ചായ ഹോട്ടലിൽ കുടിച്ചാൽ, അല്ലെങ്കിൽ കടയിൽ നിന്ന് കുടിച്ചാൽ പുറത്തിറങ്ങി പൊക്കോളാം. പുറത്ത് എവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ മറ്റേ കുണ്ടുകടവ് ജംഗ്ഷനിൽ ഈ കച്ചവടക്കാരൊക്കെ ഒരു വിധം അങ്ങോട്ട് പോയപ്പോൾ അവിടെയുള്ള നമ്മളെ സുഹൃത്തുക്കളും പരിചയക്കാരൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ സെറ്റാണ്, അടിപൊളിയാണ്. ഇപ്പോൾ CV ജംഗ്ഷനിൽ ആരും ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഞാൻ അന്നേ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞാണ്, അവിടുന്നൊക്കെ ഇതേപോലെ അവിടുന്ന് എല്ലാത്തിനെയും കാലിയാക്കി. അതൊരു നാട്ടിൻ്റെ നിയമമാണ്. ലോകത്ത് ഏത് രാജ്യത്തായിക്കോട്ടെ അവിടെയൊക്കെ നിയമങ്ങളുണ്ടാവും. അത് അനുസരിക്കുക ആ നാട്ടിലെ ജനങ്ങളുടെ ബാധ്യതയാണ്. അപ്പോൾ ഇവിടൊക്കെ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, നല്ല തിരക്കായിരുന്നു. വൈകുന്നേരമൊക്കെ ഭയങ്കര കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട്, പോലീസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കാലിയാക്കിച്ച് കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ സെക്രട്ടറി തന്നെ പറഞ്ഞെന്താണ്, മാന്യമായിട്ട് അദ്ദേഹം സംസാരിച്ചത് കച്ചവടക്കാരോട്, ഞാനിത് നിങ്ങളിവിടുന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ പേരിലാണ് കേസ് എടുക്കുക, സെക്രട്ടറിൻ്റെ പേരിൽ. അതൊരു സത്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ല. കാലത്താണ് ഈ വീഡിയോ എടുത്തത്. വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. എല്ലാ കച്ചവടക്കാരും, എല്ലാ ആളുകളെയും ഇവിടുന്ന് CV ജംഗ്ഷനിൽ മാറ്റിയ മാതിരി തന്നെ ഇവിടുന്ന് എല്ലാം കാലിയായി. ഇപ്പം സുഖമായിട്ട് യാത്രക്കാർക്കും വണ്ടി 2 വീലർ 4 വീലർ സൈക്കിള് നടന്നു പോകുന്നവർക്കൊക്കെ സുഖമായിട്ട് പോവാം. പിന്നെ കച്ചവടക്കാർ ഇതുണ്ടല്ലോ, ശക്തി തിയേറ്ററിൻ്റെ കുറച്ചപ്പുറത്തേക്ക് കുറച്ചൊക്കെ കണ്ട് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ അത്ര ഇല്ല. പക്ഷേ കാലക്രമേണ എനിക്ക് തോന്നുന്നില്ല അവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കുമെന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർക്കറിയാം ഭയങ്കര തിരക്കായിരുന്നു CV ജംഗ്ഷനിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ വർക്കൊക്കെ വന്ന കാരണം ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് മാറിയത്. ഇവിടെ കംപ്ലീറ്റ് ഒഴിപ്പിച്ചത് കുറച്ച് ദിവസം മുമ്പ്. ഇപ്പോൾ ശക്തി തിയേറ്ററിൻ്റെ കുറച്ച് അപ്പുറത്തേക്കായിട്ട് ചില്ലറ കച്ചവടക്കാരെ കാണുന്നുണ്ട്. അതും അധികം നാളുണ്ടാവും എന്നൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ പാലത്തിൻ്റെ ഹൈവേൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റപ്പ് ആയാൽ എല്ലാം തെരുവ് കച്ചവടമൊന്നും അധികം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ CV ജംഗ്ഷനിൽ സഫാർ റെസ്റ്റോറൻറ്റ് അവിടുന്ന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഈ വണ്ടി പോകുമ്പോൾ, ആളുകൾ നടന്നു പോകുമ്പോഴൊക്കെ ഭയങ്കര ഇതായിട്ടൊരു തിക്കൻസ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതും കാലക്രമേണ ശരിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത്രയും തിരക്കുള്ള സ്ഥലപ്പോൾ അത് കാലിയായിട്ട് കിടക്കുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞതിലും കൂടുതലാണ്. ചിലപ്പോൾ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ അത് ഈ കോലത്തിലാണ് ഉള്ളത്. ഞങ്ങളൊക്കെ CV ജംഗ്ഷൻ തന്നെ ചായക്കടയിൽ ചായ കുടിച്ച് ഇറങ്ങിയാൽ പുറത്തൊന്നും ഇരിക്കാൻ സ്ഥലമില്ല. ആരോ പറഞ്ഞ പോലെ യാദൃശികമായിട്ട് കിളിക്കൂടൊക്കെ പൊളിഞ്ഞിരുന്ന് കിളികൾ താൽക്കാലികമായിട്ട് പറന്ന് കളിക്കുമല്ലോ, അതേമാതിരി ഇപ്പോൾ ജനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ കാര്യങ്ങളൊക്കെ പുരോഗതി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാവും. അത് അനുസരിക്കുക നമുക്കെല്ലാവർക്കും ബാധകമാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു.